ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വർക്കിന് പോയിരിക്കുകയാണ്. ഫസ്റ്റ് വർക്ക് നമ്മൾ ചെയ്യുന്നത് കൈകൊട്ടിക്കളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം കൈകൊട്ടിക്കളിക്ക് വേണ്ടിയിട്ട് ശിവോദയം എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ് നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ 12 ആൾക്കാർക്ക്, അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കുമായിട്ട് 12 ആൾക്കാർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവർക്ക് ഇത്രയും നമ്മൾ മേക്കപ്പ് ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ഇടുവാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കുട്ടിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈമൊക്കെ ഒരമണിക്കൂറെങ്കിലും എനിക്ക് ഒരാളെ മേക്കപ്പ് ഇടാൻ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ തിരക്ക് കാരണം ഒരാളെ ഒരുക്കുന്നതിന് 15 മിനിറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വെപ്രാളം പിടിച്ചിട്ടാണ് നമ്മളെല്ലാവരെയും മേക്കപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ. കാരണം സമയം കുറവായിരുന്നു. ശിവരാത്രിയുടെ അന്ന് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അപ്പോൾ ശിവരാത്രിക്കാണ് നമ്മൾ മേക്കപ്പ് ഇടാനായിട്ട് പോയത്. അന്നത്തെ വ്ളോഗ് കുറച്ച് ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് ഉച്ചയ്ക്ക് 12:30-ക്കായിരുന്നു ഇവരുടെ പ്രോഗ്രാം വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ 12 പേർക്ക് മേക്കപ്പ് ഇട്ടത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ക്ലാരിറ്റി ഇത്തിരി കുറവായിരിക്കും. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചേക്കണം. പിന്നീടാണെങ്കിൽ നമ്മളെല്ലാവർക്കും മേക്കപ്പ് ഇട്ട് കൊടുത്തത് ഇവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവരിങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു മേക്കപ്പൊക്കെ ഇട്ടിട്ട് പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലാതെ അവർ നോർമലായിട്ട് തന്നെ ഒരുങ്ങിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവരെന്നെ മേക്കപ്പ് ഇടുന്നതിന് വേണ്ടി സമീപിച്ചപ്പോൾ തന്നെ ഒരേ ഒരു ഡിമാൻഡാണ് ഇവർ വെച്ചിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഹെവി മേക്കപ്പ് വേണ്ട, നോർമലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് മതി എന്നാണ്. അപ്പം ഞാൻ കരുതി തിരുവാതിരയ്ക്കൊക്കെ ഒരുക്കുന്നത് പോലെ ഒരു സിമ്പിളായിട്ടൊക്കെ ഒരു മേക്കപ്പ് ലുക്ക് കൊടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരുക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും അവരുടെ പ്രോഗ്രാംസുകളിൽ എന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ നമുക്ക് ഐ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു കുട്ടി നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ തന്നെ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അടുത്ത തവണ വരുമ്പോഴും എന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. കാരണം ഇത്രയും ആൾക്കാർക്ക് മേക്കപ്പ് ഇട്ട് ഹെയർ സ്റ്റൈലും കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും കുറേ ടൈം പോകും. പക്ഷേ ഇവരെനിക്ക് തരുന്നത് തുച്ഛമായ സമയമാണ്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു അസിസ്റ്റൻറ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. അതിനാൽ എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി തന്നെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ഇട്ട കുട്ടികളൊക്കെ ഡാൻസ് പിന്നെയും പ്രാക്ടീസ് ചെയ്യുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം ഇങ്ങനെ കിടന്ന് തുള്ളാതിരിക്കാനായിട്ട് കുറച്ചൊക്കെ റെസ്റ്റ് കൊടുക്കാമല്ലോ. പിന്നെ എനിക്കൊരു ധൈര്യം എന്ന് പറയുന്നത് നമ്മളുടെ മേക്കപ്പ് പെട്ടെന്ന് ഒലിച്ചു പോകത്തില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ടാണ് മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ മുഖത്തിട്ടിരിക്കുന്ന മേക്കപ്പ് വിയർത്തൊലിച്ച് പോകുന്നുള്ളൊരു ടെൻഷനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എങ്കിലും പിള്ളേരോട് ഞാൻ പറഞ്ഞു, ഒന്ന് അനങ്ങാതൊക്കെ ഇരിക്കുക, മേക്കപ്പൊക്കെ ഇട്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തവണ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഒരുക്കിയെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കിയെടുക്കുമെന്ന്. സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ 2-3 കുട്ടികളെ ഒരുമിച്ചിരുത്തിയിട്ടൊക്കെയാണ് മേക്കപ്പ് ഇട്ട് കൊടുത്തത്. ഒരാൾക്ക് പ്രൈമർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത ആൾക്ക് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു വെപ്രാളം പിടിച്ചിട്ടുള്ള ഒരുക്കമായിരുന്നു നടത്തിയത്. എന്നിരുന്നാലും അടിപൊളിയായിട്ട് നമുക്ക് ഒരുക്കിയെടുക്കാനായിട്ട് പറ്റി കേട്ടോ.
ഫൈനലി എല്ലാവർക്കും മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേനും സതീശേട്ടനും ഹാപ്പിക്കുട്ടനും പിന്നെ എൻ്റെ നാത്തൂൻ്റെ 2 മക്കളും കൂടി ഉത്സവത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പുറത്ത് നിൽക്കുന്ന ടൈമിൽ ഞാനും പുറത്തിറങ്ങിയിട്ട് ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ക്ഷേത്രത്തിൽ ചെന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിർത്തിയൊരു ഫോട്ടോയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി, ധനകാര്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തോടും നമ്മളിരുന്ന് സംസാരിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്രോഗ്രാമായിരുന്നു. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസിൻ്റെ വിഷ്വൽസും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കൈകൊട്ടിക്കളിയുടെ പാട്ടൊന്നും ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. കോപ്പറേറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു സോങ് ഇതിലേക്ക് ആഡ് ചെയ്യാതിരിക്കുന്നത്. കൊല്ലം ജില്ലയിലുള്ളവർക്ക് കൈകൊട്ടിക്കളി എന്ന പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തിരിക്കാം. അതിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.